വിദ്യാർത്ഥികൾ ഒന്നും അറിയണ്ട, ബാങ്ക് അക്കൗണ്ട് എടുത്ത് ATM കാർഡ് തട്ടിപ്പ് സംഘത്തിന് കൈമാറിയാൽ മതി. കമ്മീഷൻ പണം പിന്നാലെ എത്തിക്കോളും. ഈ പ്രലോഭനത്തിൽ കുടുങ്ങിയ വടകരയിലെ 4 വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ഭോപ്പാലിൽ ജയിലിൽ കഴിയുന്നത്. വടകരയിൽ മാത്രം 40ഓളം വിദ്യാർത്ഥികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഇപ്പോൾ തട്ടിപ്പ് സംഘത്തിന്റെ കയ്യിലാണ്. തട്ടിപ്പ് സംഘം വിദ്യാർത്ഥികളെ നേരിട്ടും ഇൻസ്റ്റഗ്രാം വഴിയുമാണ് സമീപിക്കുന്നത്. ക്രിമിനൽ സംഘം ഓൺലൈൻ തട്ടിപ്പ് നടത്തിയ പണം കൈമാറാൻ ഉപയോഗിക്കുന്നത് വിദ്യാർത്ഥികളുടെ ഈ അക്കൗണ്ടുകളാണ്. തട്ടിപ്പ് ഇന്റർനാഷണൽ കാർഡില്ലേ ATMന്റെ, ആ കാർഡ് കൊടുത്തിട്ട് അതിൻ്റെ ഒരു കമ്പനിക്കാരൻ്റെ കേസിലെടുത്തുക. അപ്പോൾ അവന് വേറെ ഡാനിഷ് എന്ന് പറയുന്ന ആളാന്ന് തോന്നുന്നു, കൊടുവള്ളിയുള്ള. അപ്പോൾ അവന് കൊടുത്തിട്ട് അയാൾ ഫണ്ട് അടിച്ചിട്ട് അക്കൗണ്ടിലേക്ക് ഫണ്ട് ചെയ്തിട്ട് ദുബായിൽ നിന്നാണ് തോന്നുന്നു, ഗൾഫിൽ നിന്ന് പിൻവലിച്ചിട്ടാണുള്ളത്. ആ 10,000 രൂപ വരുന്ന ATM കാർഡ്, 10,000 രൂപ തരുന്നു കമ്മീഷൻ. പിന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അറിയുന്നത് ഇപ്പം പിടിച്ചു കഴിഞ്ഞാൽ. എത്ര പൈസ ട്രാൻസാക്ഷൻ? ചിലയാൾ അക്കൗണ്ടിൽ 7 ലക്ഷം, ചിലയാളിൽ 4 ലക്ഷം, അങ്ങനെയാണ്. ഒരു അക്കൗണ്ട് തട്ടിപ്പ് സംഘത്തിന് നൽകിയാൽ 10,000 രൂപ ലഭിക്കും. ഇതുവഴി നടക്കുന്ന ഇടപാടുകൾക്ക് പിന്നീട് കമ്മീഷനായും പണം ലഭിക്കും. റെഡി ആയി കഴിഞ്ഞാൽ ഇങ്ങനെ പൈസ വരുന്നതാണ്. എന്ത് പൈസയാണ്, എങ്ങനെ എവിടുന്നാണ് വരുന്നത്? അതിനെപ്പറ്റി കറക്റ്റ് എനിക്ക് അറിയില്ല. ഇല്ല, ഞാൻ ചോദിച്ചു ഇതുപോലത്തെ എന്താ പ്രശ്നം ഉണ്ടാവുന്നില്ല ചോദിച്ചു. പറഞ്ഞാൽ വലിയ പ്രശ്നമൊന്നും ഇല്ല എന്നല്ല പറഞ്ഞു. കാർഡ് എടുത്ത് കൊടുത്തിരുന്നു, പിന്നെ നിർത്തിയത്. കുറ്റകൃത്യത്തിന്റെ ആഴം അറിയാത്ത വിദ്യാർത്ഥികളാണ് പലപ്പോഴും ഇരകളാക്കപ്പെടുന്നത്. വിദ്യാർത്ഥികളെ കെണിയിൽ കുരുക്കുന്ന ഏജന്റുമാർ രക്ഷപ്പെടുന്നു. പിന്നെ ഇവർ ഈ ഇടനിലയായിട്ട് നിൽക്കുന്ന ആളുകൾ ഇതിനകത്ത് ഒരു തരത്തിലും എന്ത് ചെയ്യുന്നില്ല, പെടുന്നില്ല. പാവപ്പെട്ട ആളുകളെ മക്കൾ ഇതിൻ്റെ ഭാഗമായിട്ട് കുടുങ്ങുകയാണ്. രക്ഷിതാക്കൾ ഇതൊന്നും അറിയുന്നില്ല. ഇപ്പം ഒരുപാട് ആളുകൾ ഇതിൻ്റെയൊക്കെ ചതിയിൽപ്പെട്ടുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് MLA മുഖാന്തരം, കുഞ്ഞമ്പുട്ടി മാഷ് മുഖാന്തരം, മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട പരാതി നമ്മൾ ഇന്നലെ രക്ഷിതാക്കൾ എന്നുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിൽ ഇത് സർക്കാരാണ് ഇതിനകത്ത് ഇടപെടേണ്ടത്. എന്താ വെച്ചാൽ ഇടനിലക്കാരെയാണ് നമുക്ക് എന്ത് ചെയ്യണം ഇതിനകത്ത് ശിക്ഷിക്കപ്പെടേണ്ടത്. വിദ്യാർത്ഥി കാലഘട്ടത്തിൽ തന്നെ വലിയ കുറ്റകൃത്യത്തിൽ കണ്ണികളാക്കപ്പെടുകയാണ് നമ്മുടെ കുട്ടികൾ. കേരള പോലീസ് ഉണർന്ന് പ്രവർത്തിച്ച് തട്ടിപ്പ് സംഘവും വിദ്യാർത്ഥികളും തമ്മിലുള്ള കണ്ണി പൊട്ടിച്ചില്ലെങ്കിൽ ഇനിയും കൂടുതൽ കുട്ടികൾ മറ്റു സംസ്ഥാനങ്ങളിൽ ജയിലിൽ കഴിയേണ്ടി വരും. മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.